റസൂൽ പൂക്കുട്ടിയും സജിനയുമായി 4 വർഷമായിട്ട് പ്രണയത്തിലാണ്. 3 മാസം ഗർഭിണിയാണെന്ന്. അന്ന് എന്റെ പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞത് ആ ടൈമിലാണ് അച്ഛനടുത്ത് പറഞ്ഞത്. അതാണ് ഫിറോസ് പറഞ്ഞത് അല്ലേ? അതെ. ഇവരുടെ ഫിറോസിന്റെ കയ്യിലത്തെ ഏറ്റവും വലിയ ആയുധമാണ് നീ പ്രഗ്നന്റ് ആണെന്നുള്ളത്. അവര് സത്താലും കുഴപ്പമില്ല, എനിക്കിത് മതി, എനിക്ക് പൈസ മതി. ഓവർ കുബുദ്ധി, ഇക്കാടെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ ഇപ്പോഴും. ഞാൻ പറഞ്ഞോട്ടെ എന്ത് ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ നമ്മളെ കാര്യം വരെ പുറത്ത്. സജിനയുടെയും റസൂൽ പൂക്കുട്ടിയുടെയും ഒരു വോയിസ് ഫിറോസ് ഖാൻ ഇന്നലെ പുള്ളിക്കാരൻ്റെ ചാനലിനകത്ത് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ആ വോയിസ് കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, ഈ റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ നല്ല രീതിയിൽ സജിന ത്രെട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ഓൾറെഡി ഈ സജിനയുടെ പോസ്റ്റ് കണ്ട സമയത്തും ഞാൻ ഇത് തന്നെയായിരുന്നു പറഞ്ഞത്. ഇത് ആ പുള്ളിയെ ത്രെട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തൊരു നാടകമാണ്. എന്നിട്ട് ഈ പുള്ളിക്കാരത്തി തന്നെ ഇപ്പം വി.ഡി. സതീശന്, അതായത് മുഖ്യമന്ത്രിയായിട്ടുള്ള വി.ഡി. സതീശന് കൊണ്ടുവന്ന് കേസ് കൊടുക്കാൻ പോകുന്നു. യൂട്യൂബേഴ്സിന് എഗെയിൻസ്റ്റ് ആയിട്ട് വന്ന് സംസാരിക്കുന്നു. അക്കൗണ്ട് ഹാക്കായി പോയി എന്നും പറഞ്ഞ് സംസാരിക്കുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങളൊന്നും മണ്ടന്മാരല്ല എന്ന് ഞാൻ അന്നേ എൻ്റെ വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ്. അത് മാത്രമല്ല, ഈ വോയിസ് നിങ്ങളൊന്ന് കേൾക്കണം. സജിന എങ്ങനെയാണ് ഈ റസൂൽ പൂക്കുട്ടി എടുത്ത് സംസാരിക്കുന്നതെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രത്തോളം ഒരു നാറിയ സബ്ജക്റ്റാണ് ഇതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കും. ഒരു സൈഡിൽ മുൻ ഭർത്താവ് വന്ന് ഭാര്യയുടെ കാമുകൻ്റെയും വോയിസ് പുറത്തു വിടുന്നു. അതും പോരാത്തതിന് സജിനയുടെ മുന്നത്തെ ചരിത്രമൊക്കെ കൊണ്ടുവരുന്നുണ്ട്. സജിന മലപ്പുറത്ത് ഒരു ആൽബത്തിൻ്റെ ഷൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് പോയ സമയത്ത് ആദ്യം ആൽബത്തിൻ്റെ ഡയറക്ടറുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നത്, അത് കഴിഞ്ഞ് പ്രൊഡ്യൂസറുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു. എന്നിട്ട് ആ പ്രൊഡ്യൂസറിൻ്റെ കൂടെ ഒളിച്ചോടി പോയിട്ട് ഈ പ്രൊഡ്യൂസറും സജിനയും കൂടെ ഒരുമിച്ചിരുന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ ആരുടെയും പ്രേരണത്തിലല്ല വന്നേക്കുന്നത്, എൻ്റെ പൂർണ്ണ സമ്മതത്തോടെ കൂടിയിട്ടാണ് ഞാൻ ഈ പുള്ളിയുടെ കൂടെ ഇറങ്ങി വന്നത്, എനിക്ക് ഫിറോസ് ഖാൻ്റെ കൂടെ ജീവിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആ വീഡിയോ ക്ലിപ്പ് വരെ ഫിറോസ് ഖാൻ കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുവാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ബലിയാടാവുന്നത് ഇവരുടെ മക്കൾ തന്നെയാണ്. ആ പിള്ളേരുടെയൊക്കെ ഗതികേടൊന്ന് ആലോചിച്ച് നോക്ക്. അവരായിരിക്കും ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വളർന്നു വരുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യേണ്ടത്. എന്തായാലും നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം. ഫിറോസ് ഖാൻ്റെ വീഡിയോ ഒന്ന് കാണാം. ഇതാണ് സജിന ഒരു ദിവസം, ഈ 1 മാസം പോലും ആയില്ലല്ലോ, ഒരു ദിവസം അവളുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്നിട്ട് അവളൊരു വീഡിയോ ഇടുകയാണ്. റസൂൽ പൂക്കുട്ടിയും സജിനയുമായി 4 വർഷമായിട്ട് പ്രണയത്തിലാണ്, 3 മാസം ഗർഭിണിയാണെന്ന്. അടുത്ത ദിവസം തന്നെ കുറച്ച് മണിക്കൂർക്കുള്ളിൽ തന്നെ അവളുടെ അക്കൗണ്ടിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്തു. അതെനിക്ക് വന്ന് റസൂൽ പൂക്കുട്ടി ഈ ഓൾറെഡി വുമണൈസർ ആണല്ലോ, അപ്പോൾ ഇയാൾ തേച്ചിട്ട് പോകാനായിട്ടുള്ള എന്തോ പരിപാടി അതിനകത്ത് വന്നു കാണും. അത് വളരെ സത്യമാണ്. കാര്യം ഒരു റിലേഷനിൽ നിന്ന് മാറുന്ന സമയത്താണ് ഈ ആൾക്കാരെ ത്രെട്ട് ചെയ്യുന്നത് അല്ലേ, എങ്ങനെങ്കിലും ആ ഒരു ബന്ധം അവിടെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. അതുപോലെയാണ് ഈ സജിന ശരിക്കും പറഞ്ഞാൽ ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു പ്രഗ്നൻസി നാടകം തന്നെ അത് തന്നെയാണ്. അതായത് മനഃപൂർവ്വം ത്രെട്ട് ചെയ്യുവാണ്. അതായത് നീ ഒരു പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ ഇത് പബ്ലിക് അറിയും, ഇത് നാട് നിങ്ങളെ അറിയണം, അറിഞ്ഞില്ലെങ്കിൽ നിന്നെ ഞാൻ നാറ്റിക്കും, അല്ലെങ്കിൽ എനിക്ക് കോമ്പൻസേഷൻ കിട്ടണം, ഇങ്ങനെയൊക്കെയുള്ളൊരു സാധനമാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഞാനിത് തുടക്ക സമയം തൊട്ടേ എനിക്ക് ഇവരുടെ തമ്മിലുള്ള ഇഷ്യൂസ് എനിക്കറിയാം. അതായത് ഈ പറയുന്ന റസൂൽ പൂക്കുട്ടിയുടെ ആയാലും സജിനയുടെ ആയാലും ഞാൻ അതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ കേട്ടതാണ്. വളരെ എവിഡൻസോടെ കൂടിയിട്ടായിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നത്. അവരുടെ റിലേഷൻ സത്യമാണ്. സജിന എത്രത്തോളം വന്ന് കള്ളത്തരം പറയാൻ നിന്ന് കഴിഞ്ഞാലും ആരും വിശ്വസിക്കത്തില്ല. പോരാത്തതിന് ഈ ഒരു വോയിസ്, ഇപ്പോൾ പുറത്ത് വന്നിരിക്കുന്ന വോയിസിനകത്ത് എല്ലാം ഉണ്ട്. അപ്പോൾ ലോക്ക് ചെയ്യാൻ വേണ്ടിയാണ് സജിന വീഡിയോ ചെയ്തത്. എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയാവുന്നൊരു കാര്യമുള്ളൂ. അപ്പോൾ അതിനും ആ സമയത്ത് ഈ വീഡിയോ ഇട്ട സമയത്ത് തന്നെ കോംപ്രമൈസ് ആയിക്കണം, അതാണ് ഡിലീറ്റ് ചെയ്തത്. ഈ 1 മാസത്തിന് ശേഷം സെയിം സിനാരിയോ ആണ് സംഭവിച്ചിരിക്കുന്നത്. പൂക്കുട്ടി വന്ന് അവളെ തേച്ചിട്ട് വന്ന് നോക്കുന്നു. അവൾ വന്നിട്ട് 9 ആഴ്ച എന്ന് പ്രഗ്നൻ്റ് ആണെന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് അവളുടെ ഇൻസ്റ്റാഗ്രാമിലിടുന്നു. പിന്നെ അത് ഡിലീറ്റ് ചെയ്യുന്നു. അതായത് കോംപ്രമൈസ് ആകുമ്പോഴത്തേക്ക് അത് ഡിലീറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഇത് കൈവിട്ട് പോയി എന്നറിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും മെഴുകാനായിട്ട് അടുത്ത ഒരു കഥയുമായിട്ട് വരുന്നു, ഹാക്കിംഗ് കഥയുമായിട്ട് വരുന്നു. കുറച്ച് വിവാദമായിട്ടുള്ള വീഡിയോകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. എന്തൊക്കെ നമ്മൾ മെഴുകിയാലും പ്രപഞ്ചനീതി, ദൈവനീതി എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ട്. അത് സത്യങ്ങൾ പുറത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും. ഒരു എളുപ്പമില്ലാതെ ഇങ്ങനെ പച്ചക്കള്ളം അടിക്കടി മാറ്റിപ്പറഞ്ഞ് ജനങ്ങളെപ്പോലും വിഡ്ഢികളാക്കാൻ കാണിക്കുന്ന ഈ ഒരു മനസ്സ്. അപ്പോൾ എന്തായാലും 10 വർഷമായിട്ട് ഞാൻ കൂടുതൽ പിന്നെ പൊട്ടനാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഏതായാലും അവൾ ആദ്യം ഇട്ട പോസ്റ്റിൽ നിന്ന് നമുക്ക് തുടങ്ങാം. സോഷ്യൽ മീഡിയയാണ്. ഇവളുടെ വീഡിയോയും ഇവളും റസൂൽ പൂക്കുട്ടി ഹഗ് ചെയ്തിരിക്കുന്ന ഫോട്ടോ ഉൾപ്പെടെ മറ്റ് ചാനൽസ് എടുത്തിട്ട് അവർ അത് വാർത്തയാക്കി.
ഇവിടെ പുള്ളി പറഞ്ഞു വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ നോക്കുന്ന സമയത്താണ് സജിന ഇങ്ങനെയുള്ള ഉടായ്പ പരിപാടികളായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഈ പ്രഗ്നൻസിയുടെ കാര്യം സത്യമാണെന്ന് തോന്നുന്നു. മെഡിക്കൽ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. എന്തായാലും കുറച്ച് നാളുകൾക്ക് മുന്നേ ഈ ഒരു കോൺട്രവേഴ്സി നടക്കുന്ന സമയത്ത് സജിനയുടെ ഈ ഒരു പ്രഗ്നൻസി വ്യാജമാണെന്നുള്ള രീതിയിലായിരുന്നു എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതിനെല്ലാം ഇപ്പോൾ ഒരു തീരുമാനമായിട്ടുണ്ട്. ഈ ഒരു വോയിസിനകത്ത് തന്നെ എല്ലാം അത് മനസ്സിലാക്കാൻ പറ്റും. എനിക്കിവിടെ പ്രധാനമായിട്ട് പറയാനുള്ളത്, സജിന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഇതിനകത്ത് നിന്ന് എന്താ ഉദ്ദേശിക്കുന്നത്? ജനങ്ങളെ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് പൊട്ടന്മാരാക്കാമെന്നായിരുന്നു വിചാരം. അതായത് സ്വന്തം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പ്രഗ്നൻ്റ് ആണെന്നും പറഞ്ഞിട്ട് റസൂൽ പൂക്കുട്ടിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഫോട്ടോ ഇടുന്നു. അതിനുശേഷം അക്കൗണ്ട് ഹാക്കായി പോയി എന്നും പറഞ്ഞു വരുന്നു. പിന്നെ അതിനുശേഷം മുഖ്യമന്ത്രിക്ക് കൊണ്ടുപോയി പരാതി കൊടുക്കുന്നു. എന്തുവാടെ ഇത്? എത്ര ബ്രില്യൻ്റ് ആയിട്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നതെന്ന് അറിയോ? ഒരുപക്ഷെ റസൂൽ പൂക്കുട്ടി പറഞ്ഞു കാണാം, നീ ആയിട്ട് തന്നെ എനിക്കുണ്ടായ നാണക്കേട് മാറ്റി തന്നേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ അത് പ്രശ്നമാകുമെന്ന് മേ ബി ഇനി റസൂൽ പൂക്കുട്ടിയുടെ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കാം. എന്തായാലും ശരിക്കും പറഞ്ഞാൽ മൊത്തത്തിൽ നല്ല രീതിയിൽ നാറിയിട്ടുണ്ട്. കാരണം അവർക്കറിയാം സജിന വന്ന് ഞങ്ങൾ സെപ്പറേറ്റ് ആയ സമയത്ത് സജിന വന്ന് ഡിവോഴ്സായി എന്ന് പറഞ്ഞിട്ട് രണ്ട് വർഷങ്ങളൊക്കെ ഉള്ളൂ, രണ്ട് വർഷം മാക്സിമം. അപ്പോൾ 2.5 വർഷമായി ഈ ഡിവോഴ്സ് എന്ന് സജിന പ്രഖ്യാപിക്കുമ്പോൾ യഥാർത്ഥ സെപ്പറേറ്റഡാണ് ആയത്. അപ്പോൾ 4 വർഷമായി പ്രണയത്തിലാണ്, 3 മാസം ഗർഭിണി എന്നപ്പം അവൾ ബാക്കിയുള്ളതൊന്നും ആലോചിച്ചില്ല. അതാണ് ഡിവൈൻ ജസ്റ്റിസ് എന്ന് പറയുന്നത്. അത് പക്ഷേ നമ്മുടെ യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ ആ വാർത്ത എടുത്തപ്പോഴേ അവർ ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ടിരുന്നു. അങ്ങനെ അടുത്ത ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കൊരു ഉപകാരം ചെയ്യണം. സജിന എന്നെ വിളിക്കുന്നു, എന്നിട്ടൊരു ഉപകാരം ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താണ്? ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇട്ടു, അത് കൈവിട്ട് പോയി കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു, നിനക്ക് നാണമില്ല ഇങ്ങനെ എന്നോട് പറയാൻ? എനിക്ക് അങ്ങനെ എന്തുപകാരമാണ് നീ ചോദിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത്, ഞാൻ വീഡിയോയുടെ ഫ്രണ്ടിൽ വന്നിട്ട് എൻ്റെ ഇതിൽ യൂട്യൂബിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ചാനലിൽ വന്നിട്ട് പറയണം, റസൂൽ പൂക്കുട്ടിയല്ല നമ്മുടെ ജീവിതം തകർത്തതെന്ന് പറയണം. ഞാൻ പറഞ്ഞു, ഒരിക്കലും പറയില്ല. നമ്മുടെ ജീവിതം തകർക്കാൻ ഒരു പ്രധാനി പുള്ളി തന്നെയാണ്. ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ സജിനയ്ക്ക് മനസ്സ് വരുന്നത് ഫിറോസിൻ്റെ അടുത്ത് തന്നെ, അതായത് കുറേ നാൾ ഒരുമിച്ച് നിങ്ങൾ ജീവിച്ചതാണ്. ഫിറോസ് ഖാൻ്റെ അടുത്ത് തന്നെ വന്നിട്ട് എനിക്ക് കൈവിട്ട് പോയതാണ്, നമ്മുടെ ബന്ധം തകരാനായിട്ട് റസൂൽ പൂക്കുട്ടിയല്ല എന്ന് പറയണമെന്നൊക്കെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് ഉളുപ്പെന്ന് പറയുന്നൊരു സാധനം ഉണ്ടോ? ഇയാളൊരു മനുഷ്യനല്ലേ? പുള്ളി ഇത് കേൾക്കുന്ന ഒരു ഗതികേടൊന്ന് നിങ്ങൾ ചിന്തിക്കുക. പുള്ളി ഒരുപാട് സഹിച്ചിട്ടുണ്ട് കേട്ടോ. ഫിറോസ് ഖാൻ്റെ ഈ ഒരു വീഡിയോക്കകത്ത് നിന്ന് എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി, പുള്ളി ഒരുപാട് സഹിച്ചും ക്ഷമിച്ചുമാണ് ഈ ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അത് വളരെ എവിഡൻ്റ് ആണ് ഈ ഒരു വീഡിയോക്കകത്ത് നിന്ന്. സജിനയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നാട്ടുകാരെ പൊട്ടന്മാരാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിവതും ഇനി ഇതിനൊരു മറുപടിയും എക്സ്പ്ലനേഷനുമായിട്ട് സജിന എന്ന് പറയുന്ന വ്യക്തി രംഗത്ത് വരരുത്. വന്നു കഴിഞ്ഞാൽ വീണ്ടും നാറും. അല്ലെങ്കിൽ റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി എവിടെയെങ്കിലും ഒളിച്ചും പാത്തും ചെന്നിരിക്കാതെ ഇതിനൊരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ താ. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇഷ്ടത്തിലാണ്, നിങ്ങൾ കല്യാണം കഴിക്കാനായിട്ട് പോവുകയാണ് എന്ന് പറയുന്നതിനകത്ത് ഇവിടെ എന്ത് തെറ്റായിരിക്കുന്നത്? അത് നിങ്ങളുടെ പേഴ്സണൽ ചോയ്സാണ്. നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാം, ഒരു ഇഷ്യൂ ഇല്ല. പക്ഷേ ഈ കോമാളിത്തരം കാണിക്കുന്നുണ്ടല്ലോ, ജനങ്ങളെ മൊത്തം അങ്ങ് പൊട്ടന്മാരാക്കി, അക്കൗണ്ട് ഹാക്കായി പോയി, ഞാൻ പ്രഗ്നൻ്റ് അല്ല, എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ജനങ്ങളുടെ അടുത്ത് പറയും, ഇങ്ങനെയൊക്കെ വന്നിട്ട് നാട്ടുകാരെ പറ്റിക്കുന്ന പരിപാടി അങ്ങ് നിർത്തും. അതുകൊണ്ട് ഒരിക്കലും ഞാനിത് പറയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സജിന വൈകിട്ടായപ്പോഴത്തേക്ക്, അന്ന് വൈകിട്ടാണെന്ന് തോന്നുന്നു, അദ്ദേഹം വന്നിട്ട് എന്നെ വീണ്ടും വിളിച്ചിട്ട് ഞാനിപ്പോൾ ഒരു ലൈവ് ഇടാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു, സജിന എന്നെ ഇതിലേക്ക് വലിച്ചഴക്കരുത്, ഇത് ഞാനുമായിട്ട് ഒരു കണക്ഷനും ഇല്ല, നീ ഇതിലേക്ക് എന്നെ വലിച്ചഴക്കരുത് എന്ന് പറഞ്ഞു. സജിന അതൊന്നും കേൾക്കാതെ വന്നിട്ട് എൻ്റെ പേര് കൂടെ ചേർത്തിട്ട് എനിക്ക് ഫിറോസിക്കാർക്കും ഇല്ലാത്ത എന്ത് പ്രശ്നമാണ് നാട്ടുകാർക്കുള്ളത് എന്ന് പറഞ്ഞിട്ട് റസൂൽ പൂക്കുട്ടിയെ ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിൽ അതിൽ സംസാരിച്ചു. അപ്പോൾ ഞാനും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾ എന്താണ് കരുതുക? എനിക്ക് മെസ്സേജ് വന്നതും അങ്ങനെയാണ്. ഞാൻ ഇതിനകത്ത്, അതായത് ഈ അഡൾട്ടറിക്ക് ഞാനും കൂടെ സമ്മതം മൂളുകയാണ് എന്നുള്ള രീതിയിലേക്കാണ് വന്നത്. സത്യമല്ലേ? അത് കാണുന്ന ഏതൊരു മനുഷ്യരും അങ്ങനല്ലേ ചിന്തിക്കത്തുള്ളൂ. ഇതെല്ലാം സജിനയുടെ ഒരു ഐഡിയ ആയിരുന്നു, മനസ്സിലായ? സജിനയുടെ ഈ ഒരു പരിപാടി ഉണ്ടല്ലോ, നിർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ തന്നെ നാറത്തേ ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ചു, ഒരു സ്ത്രീക്ക് കേൾക്കേണ്ട എല്ലാവിധ അപമാനങ്ങളും നിങ്ങൾക്ക് ഓൾറെഡി ഇപ്പം കേട്ട് നിൽക്കുക. ആ കാര്യം അത്രയ്ക്ക് സാധനങ്ങളാണ് ഈ പുള്ളി ഇപ്പം നിലവിൽ വന്ന് പുറത്ത് വിട്ടേക്കുന്നത്. ഇനി എന്തായാലും നമുക്ക് ഈ പുള്ളി പുറത്ത് വിട്ട വോയിസ് നമുക്കൊന്ന് കേൾക്കാം. എത്രയും പെട്ടെന്ന് ഒരു ലീഗൽ സംഭവം എടുത്തിട്ട് ഇവനെതിരെ കേസ് ഫയൽ ചെയ്യുക, ഫിറോസിനെതിരെ. തൽക്കാലം ഉണ്ടായിരിക്കുന്ന ഒരു വലിയ വിഷയം ഒന്ന് ശാന്തമാക്കാൻ ഞാൻ ചെറിയൊരു കാര്യം പറഞ്ഞേ ഉള്ളൂ. അത് അങ്ങനെ മാത്രം എടുത്താൽ മതി. ഇപ്പൊ ഞാൻ ഷാജിയുടെ കാര്യം പറഞ്ഞിട്ടില്ലല്ലോ, അതുപോലെ ഒരു ചെറിയൊരു നമ്മളത് ഒരു തൽക്കാലം കുറച്ച് സമയത്തേക്കൊന്ന് മൂടിയിരിക്കുന്നു, അത്രേ ഉള്ളൂ. ഈ റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യന് ഒരു ഭാര്യയുണ്ട് നിലവിൽ. പുള്ളിക്കാർത്തിക്ക് സുഖമില്ലാതെ കിടക്കുവാണ്. അങ്ങനെയാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. എന്നിട്ടാണ് ഈ ഒരു ഉടായ്പ പരിപാടികൾ കാണിച്ചുകൊണ്ട് നടക്കുന്നത്. തനിക്ക് ലേശമെങ്കിലും ധൈര്യം ഉണ്ടെങ്കിൽ താൻ വന്ന് പബ്ലിക്കിൻ്റെ മുന്നിൽ
എന്താണ് സത്യമെന്ന് ജനങ്ങളുടെ അടുത്ത് പറ. അന്ന് തന്നെ ഞാൻ അംഗീകരിച്ചു തരാം. ഇല്ലാത്ത പക്ഷം പേടിച്ചും വിറച്ചും അവിടെ ഇവിടെയും ഒളിച്ചും ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിനകത്തോട്ട് യാതൊരു അർത്ഥവുമില്ല. കാര്യം ഇയാൾ ഇതുവരെ ഇതിനെപ്പറ്റിയിട്ടൊന്നും സംസാരിക്കാനല്ല ഇയാൾക്ക്. കാര്യം ഇതിനകത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മൂഞ്ചിയ അവസ്ഥ എന്ന് പറയുന്നത് ഫിറോസ് ഖാൻ്റെയാണ്. ഫിറോസ് ഖാൻ ലൈവായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം കുറേ നാൾ കൂടെ ജീവിച്ച് സ്വന്തം ഭാര്യ വേറൊരാളുമായിട്ട് ഇങ്ങനെ റിലേഷൻ ആവുന്നു, പ്രഗ്നൻ്റ് ആണെന്നും പറഞ്ഞിടുന്നു. ആ ഒരു മനുഷ്യൻ്റെ അവസ്ഥ ആലോചിക്കും. പോരാത്തതിന് ഈ പിള്ളേരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് യാതൊരു ഉളുപ്പവും ഇല്ലാതെ ഈ പറയുന്ന റസൂൽ പൂക്കുട്ടി ആയാൽ പോലും ഇതിനെ പറ്റിയിട്ട് ഒരു അക്ഷരം പ്രതികരിക്കാതെ ഫോണിൽ കിടന്ന് സംസാരിക്കുകയാണ്. ഫിറോസ് ഖാനെതിരെ കേസ് കൊടുക്കണം അതായതാന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു മാസം കഴിയുമ്പോൾ എന്താണെന്നുള്ള കാര്യം നമുക്ക് പിന്നീട് നോക്കാം. ഇവൻ ഡൈവോഴ്സ് തരുന്നില്ല എന്ന് പറഞ്ഞ് ഒരു കേസ് അത് ചെയ്യാൻ മനസ്സിലായി. അതല്ല ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ അത് വിഷയം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ഇതിനെല്ലാം ഞാൻ കൂടെ നിൽക്കാം. ശരി, അതെല്ലാം ചെയ്ത് കുഴപ്പമില്ല മോനെ. അതല്ല ഞാൻ വലിയ പൈസ പറയാനുള്ള അച്ചായൻ ആക്ച്വലി മറ്റവരുടെ കൂടെയാണെന്നുള്ള കാര്യം എനിക്ക് വളരെ പിന്നീടാണ് മനസ്സിലായത്. അന്ന് എന്റെ പ്രഗ്നൻസിയുടെ കാര്യം പറഞ്ഞത് ആ ടൈമിലാണ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത്. അതാണ് ഫിറോസ് പറഞ്ഞത് അല്ലേ? അതെ. ഇവരുടെ ഫിറോസിന്റെ കയ്യിലത്തെ ഏറ്റവും വലിയ ആയുധമാണ് നീ പ്രഗ്നന്റ് ആണെന്നുള്ളത്. ഓക്കെ, 2 മാസം കഴിഞ്ഞപ്പോ പോയി എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പം എനിക്ക് ഓൾറെഡി ആ കുഞ്ഞിനെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാൻ തുടങ്ങിയതും നിങ്ങൾ എനിക്ക് മെഡിസിൻ മേടിച്ചും തരാൻ തുടങ്ങിയതും എന്നെ ആ കുഞ്ഞിന് വേണമെന്നുള്ളൊരു തീരുമാനം നമ്മൾ മ്യൂസിലെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങളൊരു കുഞ്ഞിന് ആവശ്യമാണ്. അത് കഴിഞ്ഞിട്ടും നമ്മൾ സന്തോഷത്തോടെയാണ്. ഒരു പ്രാവശ്യമേ ഉള്ളൂ ഞാനൊന്ന് ഇക്കാനടുത്ത് ബലമായി പീഡിപ്പിച്ച് എനിക്ക് ഇക്കാനെ വേണമെന്നും ബലമായിട്ട് ഞാൻ ഷാദിത്തുള്ള സമയത്ത് ഞാൻ ഇക്കാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഇതൊന്നും അല്ല, ഇതിന് 2 മാസം മുന്നേ ആണത്. ഈ പ്രാവശ്യം അതായത് കഴിഞ്ഞ മാസം, അതായത് ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സന്തോഷത്തോടെ ഫിസിക്കൽ അറ്റാച്ച്മെന്റ് ആയപ്പോഴാണ് ഈ കുഞ്ഞായത്. അല്ലാതെ ഞാൻ നിങ്ങളെ പീഡിപ്പിച്ചോ, ഞാൻ നിങ്ങളെ അബ്യൂസ് ചെയ്തോ, നിങ്ങളിരിക്കുന്ന സാധനം. ഈ ഒരു പേഴ്സണൽ കോൺവെർസേഷൻ റെക്കോർഡ് ചെയ്തത് തന്നെ അങ്ങേയറ്റം ചെറ്റത്തരമാണ്. ഇതെന്തിനാണ് ചെയ്തത്? ത്രെട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് വീണ്ടും എടുത്തെടുത്ത് ഈ ഒരു പ്രഗ്നൻസിയുടെ കാര്യങ്ങൾ റസൂൽ പൂക്കുട്ടി എടുത്ത് സജിന സംസാരിക്കുന്നുണ്ട്. അപ്പം ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയൂടെ സജിനയ്ക്ക് ഇതിൻ്റെ പിന്നിൽ നല്ല രീതിയിലൊരു ഇൻറ്റൻഷൻ ഉണ്ട്. സജിന ഇത് റെക്കോർഡ് ചെയ്ത് മറ്റൊരാൾക്ക് ഷെയർ ചെയ്ത് അതിപ്പം കറങ്ങി തിരിഞ്ഞിട്ട് ഫിറോസ് ഖാൻ്റെ കയ്യിലെത്തി. ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ശരിക്കും പറഞ്ഞാൽ ആരെയാണ് സജിന നിങ്ങൾ ഇതിനകത്ത് പൊട്ടന്മാരാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്? നിങ്ങൾക്കറിയാം നിങ്ങൾ ചെയ്ത തെറ്റെന്താണ് എന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം ഇതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് നിങ്ങൾക്കറിയാം. പിന്നെ വന്നിരുന്നിട്ട് എന്തിനാ ഈ മെഴുകാൻ നിൽക്കുന്നത്? മുഖ്യമന്ത്രി ഉൾപ്പെടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കിയെന്നാണ് എനിക്ക് തോന്നുന്നത്. വല്ല ആവശ്യമുണ്ടോ അനാവശ്യമായിട്ട് ഒരു ഫേക്ക് കേസ് കൊണ്ടുവന്ന് മുഖ്യമന്ത്രിയുടെ കയ്യിൽ കൊടുക്കണ്ടേ? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ പറയുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇവർ കൊടുത്ത കേസ് ഒരു കാരണവശാലും എടുക്കരുത്. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ ഉൾപ്പെടെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ഈ ഒരു സ്ത്രീ ശ്രമിച്ചത്. എടുത്തിട്ട് എൻ്റെ അടുത്ത് വെച്ചിട്ട് എനിക്ക് കുഞ്ഞിനുണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. നിങ്ങൾ എനിക്ക് ഉള്ളിൽ തന്നിട്ടാണ്ടായുണ്ടല്ലോ കുഞ്ഞുണ്ടായത്. അല്ല, ഇനി റസൂലിക്ക ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യുന്ന ഒരു കുട്ടിയല്ല. ഇവരെ കൊല്ലാൻ വേണ്ടി ദേഷ്യപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും, അവര് സത്താലും കുഴപ്പമില്ല, എനിക്കിത് മതി, എനിക്ക് പൈസ മതി. ഓവർ കുബുദ്ധി, ഇക്കാടെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ ഇപ്പോഴും. ഞാൻ പറഞ്ഞോട്ടെ എന്ത് ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങളെ ഓവർ കുബുദ്ധിയാണ് നിങ്ങളെ ലൈഫിൽ നമ്മളെ കാര്യം വരെ പുറത്ത് വന്നതും. ഇനി എനിക്ക് റസൂലിക്ക എത്രയോ നാളുകളായിട്ട് നീ നിന്റെ കൂട്ടുകാരുടെ പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്. എന്ത് പറഞ്ഞോണ്ടിരിക്കുന്ന കാര്യമാണ്? എന്തോന്ന് ആണല്ലോ റസൂലിക്ക നിങ്ങളെ വൈഫിന്റെ അടുത്ത് പറഞ്ഞേക്ക് പ്രഗ്നന്റ് കാര്യം പറഞ്ഞേ പറ്റത്തുള്ളൂ റസൂലിക്ക. ഇനി എനിക്ക് അല്ലല്ല, ഇനി നിങ്ങളുടെ വൈഫിന്റെ അടുത്ത് പറയണം ഞാൻ പ്രഗ്നന്റ് ആണ് എന്ന് പറയണമെന്ന്. ആ ഒരു സ്ത്രീക്ക് സുഖമില്ലാതെ കിടക്കുവാണ്. ഒന്ന് ആലോചിച്ചോണം എന്തുമാത്രം തെണ്ടിത്തരമായിരിക്കും. ആ സ്ത്രീ എങ്ങനെ ഈ ഒരു വിഷയത്തിൽ വന്ന് പ്രതികരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടല്ലോ. ഈ 2 എണ്ണം മാറും. റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്ന ആളുടെ പറയുന്നത് തനിക്കൊക്കെ സത്യം പറഞ്ഞാൽ ഉളുപ്പെന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ? ഒന്നെങ്കിൽ നിങ്ങൾ വന്ന് ജനങ്ങളുടെ അടുത്ത് ഈ ഒരു സാധനം സംസാരിക്കുക. നിങ്ങൾ ഏത് റിലേഷനും എടുത്തോ, ഏത് മനുഷ്യർക്കും ഏത് റിലേഷൻഷിപ്പിൽ പോകുന്നതിനകത്ത് എടുക്കുന്നതിനകത്ത് നമുക്കാർക്കും ചോദ്യം ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ല. അൺടിൽ ആ ഒരു വ്യക്തികൾക്ക് പ്രശ്നമില്ല, പബ്ലിക്കിൻ്റെ മുന്നിൽ അവർക്കൊന്നും പറയാനില്ലാത്തിടത്തോളം കാലം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ വെറുതെ വന്ന് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ഇതിൽ സ്റ്റേണായിട്ട് നിങ്ങൾ രണ്ടുപേരുമാണ് ഒരു ഡിസിഷൻ എടുക്കേണ്ടത്. ഇതിപ്പോൾ നിങ്ങൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ ഈ പറയുന്ന എല്ലാവിധ ഉത്സവങ്ങളും കൊണ്ടുവന്ന് പബ്ലിക്കിലിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ത്രെട്ട് ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ പൈസയുടെ കാര്യങ്ങൾ വരുന്നു. എന്തെല്ലാം വിഷയങ്ങളാണ് വരുന്നത്. ബെറ്റർ നിങ്ങൾക്ക് ഒന്നിച്ച് ജീവിക്കാനാണ് താല്പര്യമെങ്കിൽ ഈ ഒരു ഉടായ്പൊന്നും കൊണ്ടുവന്ന് ജനങ്ങളുടെ ഇടയിൽ കൊണ്ടുവന്ന് ഇടാൻ വേണ്ടി ശ്രമിക്കരുത്.
പിന്നെ വേറൊരു കാര്യം, സജിനയ്ക്ക് മേ ബി ഒരു പ്ലാൻ കാണുമായിരിക്കാം, ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് മറ്റേ പുള്ളിക്കാരെ ത്രെട്ട് ചെയ്യുക, എന്നിട്ട് വേറെ മേ ബി എന്തെങ്കിലും സെറ്റിൽമെൻറ്റ് മേടിക്കുക. ഈ പറയുന്ന പ്രഗ്നൻ്റ് ആയിട്ടുണ്ടല്ലോ, എന്തെങ്കിലും കോമ്പൻസേഷൻ മേടിക്കുക, അങ്ങനെയൊക്കെ മേ ബി എന്തെങ്കിലും ചിന്താഗതി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമപരമായിട്ട് പോവാം. അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് നാറ്റിക്കുന്നത് അല്ല ശരി. നിങ്ങൾ രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട്, മനസ്സിലായ? എനിക്ക് എനിക്ക് പറ്റത്തില്ല അമ്മ, ഞാൻ എത്രയോ ക്ഷമിക്കുന്നുണ്ട് അമ്മ, എല്ലാം ഞാൻ എനിക്ക് നിങ്ങൾ കുടുംബക്കാരെ വിടാം. എന്നിട്ട് ഇയാൾ നമ്മളെല്ലാം സംസാരിച്ചതിന് ശേഷമല്ലേ ഇയാൾ അവരെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചത്? നീ ഒരിക്കലും ഞാനും നീയും ഒരുമിച്ച് നിൽക്കേണ്ട ആവശ്യകത നീ ഇപ്പോഴും മനസ്സിലാക്കിയിട്ടില്ല. അത് ഞാനല്ലത് മനസ്സിലാക്കുന്ന റസൂൽ പൂക്കുട്ടി. ചതിച്ചുണ്ടാക്കി എന്നുള്ളൊരു ഡയലോഗ് ഉമ്മയുടെ നേരത്തെ പറഞ്ഞു നിങ്ങള്. ഞാൻ സജിന ഇങ്ങനെ ഞാൻ അത് നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു. നിർബന്ധിച്ച് പിടിച്ചുണ്ടാക്കാൻ നിങ്ങൾ ഇരിക്കുന്ന സാധനം എനിക്ക് അടുത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അതും സ്നേഹത്തോടെ നമ്മൾ ഈ പ്രാവശ്യം കാലിക്കട്ടുള്ള വിവാന്തയിൽ നമ്മൾ പോയതും അവിടുന്ന് നമ്മൾ ട്രാവൽ ചെയ്തതും ഇതെല്ലാത്തിനും ഉണ്ടല്ലോ, ഇതെല്ലാം ഉണ്ടല്ലോ. എല്ലാത്തിനും പ്രൂഫ് ഉണ്ടല്ലോ. പണി വേണമെങ്കിൽ എനിക്ക് തരാമല്ലോ എന്നൊക്കെയാണ് പുള്ളിക്കാരത്തി ഉദ്ദേശിക്കുന്നത്. രണ്ടെണ്ണം കൂടെ പരസ്പരം ഇഷ്ടപ്രകാരം നടന്ന സംഭവങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിരുന്ന് ത്രെട്ട് ചെയ്ത് ഉണ്ടാക്കിയിട്ടൊന്നും വലിയ പ്രയോജനമൊന്നുമില്ല, മനസ്സിലായോ? എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നിയമപരമായിട്ട് പോകും. ചുമ്മാ വന്നിരുന്ന് മെഴുകി സ്വന്തമായിട്ട് നാറത്തേ ഉള്ളൂ. ഇതാണ് ഈ ഒരു വോയിസിനകത്ത് പറയുന്നത്. അല്ല ഇതിനകത്ത് ഇനി ഇതിൽ കൂടുതലൊന്നുമില്ല കേൾക്കാനായിട്ട്. ഇത് നമ്മളിനി ഒരുപാട് മിനിറ്റ് നിങ്ങൾ ആ വോയിസ് കേൾപ്പിച്ചിട്ട് ഒന്നും നേടാനില്ല. ഇതിനകത്ത് കണ്ടന്റ് ഇത്രയേ ഉള്ളൂ. രണ്ടെണ്ണത്തിൻ്റെ ആ ഒരു വോയിസും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഇനി അതിനകത്ത് ഒരു വീഡിയോ ക്ലിപ്പും കൂടെ വെച്ച് തരാം. സജിനെ ഒരു പ്രൊഡ്യൂസറുമായിട്ട് പണ്ട് ഒളിച്ചോടി പോയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു വീഡിയോ ഈ പുള്ളി പുറത്ത് വിട്ടിട്ടുണ്ട്. അതുകൂടെ കാണാം. പിന്നെ ചിരിക്കല്ലേ, ഇഷ്ടത്തിലാണോ ചെയ്യണത്? എന്റെ സ്വന്തം ഇഷ്ടത്തിലാണ് ഞാൻ ചോദിക്കുന്നത്. ഇത്രയും വ്യക്തമായിട്ട് ഞാൻ എഴുതിയിട്ടുണ്ട് ഫിറോസിനോട് ജീവിക്കാൻ. ഒക്കെ വട്ടുണ്ടോ? പ്രേരിപ്പിച്ചല്ലേ? എൻ്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ ഇറങ്ങി വന്ന് സ്വന്തം ഇഷ്ടത്തിൽ എഴുതി. എനിക്ക് നാളെ കാലത്ത് എൻ്റെ ലൈഫിൽ നമ്മളെ ലൈഫിൽ ഒരിക്കലും ഒരു ബാധ്യത ആവില്ല ഫിറോസ്. അതിന് വേണ്ടിയിട്ട് എഴുതി. ഓക്കെ, നീ എന്തെങ്കിലും ഇത് ഫിറോസിനെ ലീഗലി മാരേജ് ചെയ്തതിന് ശേഷമുള്ള ഒരു സംഭവമാണ്. ഒരു ആൽബത്തിൻ്റെ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ പോയപ്പോഴത്തേക്ക് ആദ്യം അതിൻ്റെ ഡയറക്ടറായിട്ട് റിലേഷനായിരുന്നു, അത് കഴിഞ്ഞ് അതിൻ്റെ പ്രൊഡ്യൂസറുമായിട്ട് റിലേഷനായിട്ട് ഒളിച്ചോടി പോയി. അന്നേരം നാളെ ഒരു കാലത്ത് കേസോ കാര്യങ്ങളോ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒളിച്ചോടി പോയവന് തടി തപ്പാൻ പറ്റുമല്ലോ. അങ്ങനെ ഒരു വീഡിയോ എടുപ്പിച്ച സാധനമാണിത്. ഇതിനൊക്കെ ഒരു മറുപടി പറയേണ്ടത് സജിനയാണ്, അല്ലാതെ നമ്മളാരുമല്ല. ഞാൻ അതിനകത്ത് ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ഈ ഒരു വിഷയം ചെയ്യുന്ന പല ആൾക്കാരെ ശ്രദ്ധയ്ക്ക് ഇനിയിപ്പം സജിനയ്ക്ക് ജീവിക്കാൻ താല്പര്യമില്ല, സൂയിസൈഡ് ചെയ്യുമെന്നൊക്കെയുള്ള രീതിയിലൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെയാണ് നിൽക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഈ വീഡിയോ ഒക്കെ ചെയ്തെന്നും പറഞ്ഞിട്ട് പോലീസ് കേസ് വരാനുള്ള നല്ല ചാൻസ് ഉണ്ട്. സ്ത്രീത്വത്തെ അപമാനിക്കുക, അവരുടെ പേഴ്സണൽ സാധനങ്ങൾ ഇതാക്കുക, പ്രധാനമായിട്ട് ഫിറോസ് ഖാൻ്റെ പേരിൽ കേസ് വരും. അത് യാതൊരുവിധ സംശയമില്ല. രണ്ടാമത് ഇത് വാലയെ പിടിച്ച് നമ്മളെല്ലാവരും ചെയ്തതിൻ്റെ പേരിൽ നമ്മുടെ പേരിലും വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ കൂടുതലായിട്ട് സംസാരിക്കുന്നില്ല. കാര്യം സംസാരിച്ച് കഴിഞ്ഞാൽ വെറുതെ നമ്മൾ അവരെ പറഞ്ഞിങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ അവരെ നാറ്റിച്ചിട്ട് യാതൊരു പ്രയോജനം ഇതിനകത്ത് വരാൻ പോകുന്നില്ല. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.